ഹായ് ഫ്രണ്ട്സ്, ഇറ്റ് മീ സനൂഫ്. റഷ്യ യുക്രൈൻ യുദ്ധം ഈ ഒരു ടോപ്പിക് അല്ലാതെ വേറൊരു ടോപ്പിക്കും സംസാരിക്കാനില്ലേ ബ്രോ എന്ന് ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയിരിക്കാം. പക്ഷേ ഇന്ന് ഈ ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ നൽകേണ്ടതായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ ടോപ്പിക് എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടും നിരവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇനിയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ രംഗപ്രവേശനം ചെയ്യുന്നതും ബാക്കി പല രാജ്യങ്ങളെയും ഇവിടേക്ക് വലിച്ചിടാനായിട്ട് യുക്രൈൻ്റെ പ്രസിഡന്റ് ശ്രമിക്കുന്ന നീക്കങ്ങളും നാറ്റോയെ ഇവിടെ കൊണ്ടുവന്ന് ഇതൊരു ലോകമഹായുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന വിസ, മാസ്റ്റർ കാർഡ് എന്നൊക്കെ പറയുന്ന ചില ബാങ്കിങ് ഇടപാട് നടപ്പാക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. സോ ഈ ഒരു സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളെല്ലാം തന്നെ തൽക്കാലം റഷ്യയിൽ ബാൻ ചെയ്യാൻ പോകുകയാണെന്നാണ് ഇന്ന് ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ പ്രഖ്യാപനം റഷ്യയെ ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്ക എന്ത് തന്നെ ഉപരോധങ്ങൾ കൊണ്ടുവന്നാലും ഇതുവരെ റഷ്യയുടെ മേലെ ഈ എണ്ണ ചരക്ക് നീക്കത്തിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ട്രാൻസ്പോർട്ടേഷനിലോ ഒരു വിധത്തിലുള്ള ഉപരോധവും അമേരിക്കയോ യൂറോപ്യൻ കൺട്രീസോ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴും യൂറോപ്യൻ യൂണിയന് വേണ്ട പല ഗ്യാസും അല്ലെങ്കിൽ പല റിസോഴ്സും എത്തിക്കുന്നത് റഷ്യയിലെ കമ്പനീസ് തന്നെയാണ്. മാത്രമല്ല, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് യുക്രൈൻ ആയുധങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക ചെയ്തൊരു കാര്യമുണ്ട്. ഇതും ബിസിനസ് ആയിട്ട് എടുക്കാൻ സാധിക്കും. അതായത് അമേരിക്ക അവരുടെ F-16 എന്ന് പറയുന്ന യുദ്ധവിമാനം പോളണ്ടിലോട്ട് അയക്കാമെന്നും, പോളണ്ട് ഒരു നാറ്റോ മെമ്പറാണ്. സോ നാറ്റോ മെമ്പറായിട്ടുള്ള പോളണ്ട് ഈ യുദ്ധവിമാനം നൽകിയ ശേഷം പോളണ്ട് കൈവശമുള്ള പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ മിഗ് യുദ്ധവിമാനം യുക്രൈൻ നൽകാനായിട്ടും തീരുമാനമെടുത്തിട്ടുണ്ട്. സോ ഇവിടെ അമേരിക്കയുടെ പേര് ഡയറക്റ്റ് ആയിട്ട് വരികയുമില്ല. പോളണ്ട് യുക്രൈന് വെപ്പൺ സപ്ലൈ ഇതുപോലെ വരികയുള്ളൂ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഇപ്പോൾ നൽകുന്ന F-16 പിന്നീട് നിങ്ങളൊരു പൈസ നൽകണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കടബാധിതരാണെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒപ്പുവെക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ എങ്ങനെയെല്ലാം അമേരിക്ക ഇടയിൽ കൂടെ അവരുടെ ബിസിനസ് അപ്രോച്ച് നടപ്പാക്കുന്ന കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് ഈ വിഷയത്തിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഓൾറെഡി അവരുടെ എക്കോണമി കൂടുതൽ സാങ്ഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനൊരു ബാങ്കിങ് സാങ്ഷൻ പോലും വന്നു കഴിഞ്ഞാൽ അത് റഷ്യയുടെ മുഴുവൻ എക്കോണമിയും കൊളാപ്സ് ആക്കുന്ന തരത്തിൽ മാറുമെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ റഷ്യ കൂടുതൽ കരുത്തിട്ട മുൻകരുതലാണ് ലോകത്തിന് മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോകത്തെ മുഴുവനായിട്ടും ഒരു താക്കീതുമായിട്ടാണ് പുടിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷമായത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, റഷ്യയുടെ മേലെ നോ ഫ്ലൈ സോൺ എന്ന രീതിയിൽ ഉപരോധം കൊണ്ടുവരുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത രീതിയിൽ, ഇനിയും ഇതുവരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള പ്രശ്നം ഞങ്ങൾ സൃഷ്ടിക്കുമെന്നും അവരെയും ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച രീതിയിൽ കാണുമെന്നും അവർക്കെതിരെയും ശക്തമായ നീക്കം നടപ്പാക്കുമെന്നും പുടിൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റൊരു സൂചന തന്നെ നിരവധി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നോ ഫ്ലൈ സോൺ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പിറകിൽ ഇന്ന് ഏത് നിമിഷം ഒരു സംഘർഷം രൂക്ഷമായി മാറാമെന്ന കാര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ നോ ഫ്ലൈ സോൺ എന്ന് പറയുന്ന കാര്യം, ഈ നോ ഫ്ലൈ സോൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു രാജ്യമുണ്ട്. സോ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇന്ത്യക്ക് ഒരു ഫ്ലൈ സോൺ ഉണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു വ്യോമപാത. ഈ വ്യോമപാതയിലോട്ട് വേറെ വിമാനങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് ഇന്ത്യക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ ഇന്ത്യ പ്രവേശിക്കാൻ പാടില്ല എന്ന് ബാൻ ചെയ്തിരിക്കുന്ന ചില വിമാനങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില രാജ്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം. സോ ഇങ്ങനത്തെ വിമാനങ്ങൾ ഇന്ത്യയുടെ അകത്തോട്ട് കടന്നു വരുമ്പോൾ അതിനെ തടയാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും. അതൊരു ത്രെട്ടായിട്ട്, ഒരു ഭീഷണിയായിട്ടായിരിക്കും ഇന്ത്യ അപ്പോൾ കാണുക. സോ അങ്ങനെ നമുക്ക് ഈ നോ ഫ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ, എക്സാമ്പിളായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങൾ അവരുടെ വ്യോമപാതയിൽ പറക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതൊരു നോ ഫ്ലൈ സോൺ എന്ന് പറയുന്ന പ്രഖ്യാപനമാണ്. സോ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഇന്ന് റഷ്യയുടെ മേലെ നിരവധി രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റഷ്യയുടെ ഫ്ലൈ സോണിൽ വേറെ രാജ്യങ്ങളിലെ വിമാനങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ റഷ്യയുടെ അകത്ത് ലഭ്യമാകില്ല. സോ അങ്ങനെ വരുമ്പോൾ റഷ്യൻ എക്കോണമി, അവരുടെ ടൂറിസം എല്ലാം തന്നെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. സോ ആ ഒരു കാര്യത്തിൽ റഷ്യയുടെ മേലെ യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ കടുത്ത ഉപരോധം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നാറ്റോയും ഇങ്ങനെ ഉപരോധം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നീക്കമാണ് നമുക്ക് വീണ്ടും ശക്തമായ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കുമോ എന്നൊരു തോന്നലിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം ഈ ഒരു നോ ഫ്ലൈ സോൺ എന്ന പ്രഖ്യാപനം നാറ്റോ നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാറ്റോ നടപ്പാക്കണമെന്ന് പറയുന്ന യുക്രൈൻ്റെ മേലെയാണ്. അതായത് യുക്രൈൻ്റെ വ്യോമപാതയിൽ റഷ്യൻ വിമാനങ്ങളോ അല്ലെങ്കിൽ വേറെ വല്ല ഹോസ്റ്റലായിട്ടുള്ള വിമാനങ്ങളോ പ്രവേശിക്കാൻ പാടില്ല എന്ന് നാറ്റോ ഒരു പ്രഖ്യാപനം നടപ്പാക്കണം. സോ യുക്രൈൻ്റെ വ്യോമപാത ഒരു നോ ഫ്ലൈ സോൺ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാറ്റോയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ റഷ്യൻ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്താൽ, റഷ്യയുടെ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഹെലികോപ്റ്റേഴ്സ് എങ്കിലും അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ തടയേണ്ടത് നാറ്റോയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും.
സോ അതൊരു ബൗണ്ടായിട്ട് ആ ഒരു കാര്യം നടപ്പാക്കണമെന്ന് അവർക്കൊരു ഉദ്യോഗമായിട്ട് തന്നെ തീരും. അങ്ങനെ വരുമ്പോൾ നാറ്റോ ആദ്യം നടപ്പാക്കുന്ന കാര്യം ഈ ഒരു റഷ്യൻ വിമാനങ്ങളെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡോഗ് ഫൈറ്റ് ഉണ്ടാവും. അത് വിമാനങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി മാറിയേക്കാം. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫൈറ്റിനിടയിൽ മേ ബി റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ നാറ്റോയുടെ വിമാനങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് നാറ്റോയും റഷ്യയും തമ്മിൽ യുദ്ധമായി മാറുമെന്നും അത് വലിയൊരു യൂറോപ്പിലെ മഹായുദ്ധമായി മാറുമെന്ന രീതിയിൽ ഇന്ന് നാറ്റോയുടെ പ്രസിഡന്റ് പോലും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നീക്കം നാറ്റോ നടപ്പാക്കേണ്ടതില്ല എന്നും അത് നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറോപ്പിനെ മുഴുവനും ബാധിക്കുന്ന വലിയൊരു സംഘർഷമായി മാറുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. സോ അങ്ങനെ ഒരു നീക്കം എന്തായാലും ഇന്ന് നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുക്രൈന്റെ പ്രസിഡന്റ് നാറ്റോയെ സമീപിച്ചിരിക്കുന്നത്. നാറ്റോ ഈ ഒരു നീക്കം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും യുക്രൈന്റെ നിരവധി ജനങ്ങൾ കൊല്ലപ്പെടുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സോ അങ്ങനെ എന്ത് കാര്യമാണ് ഇന്ന് യുക്രൈൻ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ നടപ്പാക്കാത്ത ഒരു ബീസ്റ്റ് മോഡൽ അറ്റാക്കാണ് റഷ്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും കാലം, അതായത് ഈ ഒരു 10 ദിവസത്തോളം റഷ്യ ടൈം എടുത്ത് യുക്രൈൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങോട്ടേക്ക് പതുക്കെ മൂവ് ചെയ്യായിരുന്നു. സോ റഷ്യയുടെ സൈനിക ബലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് അവർ യുക്രൈനിലോട്ട് വിന്യസിപ്പിച്ചിരിക്കുന്ന സൈനികരുടെ എണ്ണം വളരെ കുറവാണ്. ഇത്രയും സൈനികരെ വിന്യസിപ്പിച്ചിട്ട് മാത്രം അവർ ഇത്ര ദിവസം പതുക്കെ ഈ ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ സംതിങ് ബിഗ് ആയിട്ട് തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് പറയാൻ സാധിക്കും. സോ അങ്ങനെ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യുക്രൈനിൽ ഒരു യുദ്ധഭൂമിയെ മാറുന്നുവെന്നും ഈ യുദ്ധഭൂമിയിൽ ഇനിയും തുടരേണ്ട ആവശ്യതയില്ല എന്ന് അവിടുത്തെ പൗരന്മാർക്കും വിദേശികളായ ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവരെ സ്വന്തം രാജ്യത്തോട്ടോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോട്ടോ അഭയാർത്ഥികളായിട്ട് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും അങ്ങനെ ഈ ജനങ്ങളെ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റിയ ശേഷം ഇവിടെ വീണ്ടും ശക്തമായ ഒരു പ്രശ്നം സൃഷ്ടിക്കാനാണ് റഷ്യ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്രയും ദിവസം ഒരു സ്ലോ മോഡൽ അറ്റാക്ക് റഷ്യ കണ്ടക്ട് ചെയ്തത്. സോ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് റഷ്യ നിരവധി വാർണിംഗ്സ് നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിക്കൂർ നേരം സീസ് ഫയർ നടത്താൻ ശ്രമിക്കാം. സോ ഈ ഒരു 6 മണിക്കൂർ നേരത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഉണ്ടാകില്ലെന്നും ആ സമയം ഉപയോഗിച്ചിട്ട് ഈ സാധാരണക്കായ ആൾക്കാരോ അല്ലെങ്കിൽ വിദേശികളായ ആൾക്കാരോ അവിടെ നിന്ന് വേറെ ഭാഗത്തോട്ട് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും അതിനുവേണ്ട ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഞങ്ങൾ തന്നെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടും റഷ്യ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ റഷ്യ അന്ന് അവിടെ കൊണ്ടുവന്നൊരു കാര്യമെന്ന് പറയുന്നത് സിവിലിയൻസിനെ മാക്സിമം ഒഴിവാക്കിയിട്ട് മിലിറ്ററി അസറ്റ്, അതായത് മിലിറ്ററിയുടെ സ്വന്തമായിട്ടുള്ള സ്വത്തുവകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. അതിൻ്റെ സൂചനയായിട്ടായിരുന്നു ഈ ഒരു നീക്കം റഷ്യ കൃത്യമായിട്ട് നടപ്പാക്കിയത്. അതിന് മുമ്പായിട്ടും അല്ലെങ്കിൽ അതിന് ശേഷവുമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത് കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു സമയം വരെ റഷ്യ അവരുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളൊന്നും രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ സോവിയറ്റ് കാലഘട്ടം നിർമ്മിച്ചിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മോഡൽസിലുള്ള വെപ്പൺസ് ആയിരുന്നു അവർ യൂസ് ചെയ്ത്. അവരുടെ പീരങ്കികളാണെങ്കിലും അല്ലെങ്കിൽ കാൽപ്പട യൂസ് ചെയ്യുന്ന വെപ്പൺസ് ആണെങ്കിലും അവരുടെ യുദ്ധവിമാനങ്ങളാണെങ്കിലും തന്നെ അവർ സോവിയറ്റ് ഏരിയയിൽ ബിൽഡ് ചെയ്ത വെപ്പൺസ് ആണ് യൂസ് ചെയ്തത്. അവർ Su-57 അല്ലെങ്കിൽ സുക്കോയുടെ ലേറ്റസ്റ്റ് വെർഷനോ മിഗിൻ്റെ തന്നെ 35 പോലത്തെ യുദ്ധവിമാനമോ അവിടെ തൽക്കാലം ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് വാറിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിലുള്ള ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന വെപ്പൺസിനെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം യുക്രൈനെ പ്രശ്നത്തിലാഴ്ത്താൻ സാധിക്കുമെന്നായിരുന്നു നിരീക്ഷിച്ചു വന്നത്. അതിൽ അവരൊരു പരിധിവരെ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. എന്തെന്നെ യുക്രൈൻ 10,000 15,000 റഷ്യൻ സോൾജേഴ്സിനെ കൊന്നു എന്ന് പറഞ്ഞാലും റഷ്യയുടെ ഭാഗത്തുള്ള ആ ഒരു കാഷ്വാലിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കാമെന്നാണ് പല വിധത്തിലും അഭിപ്രായപ്പെടുന്നത്. കാരണം റഷ്യയാണ് ഒരു ഒഫൻസീവായിട്ടുള്ള ആക്ഷൻ നടപ്പാക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ മരണനിരക്കോ അല്ലെങ്കിൽ കാഷ്വാലിറ്റീസോ കൂടാൻ ചാൻസ് യുക്രൈൻ്റെ ഭാഗത്തായിരിക്കാം. സോ യുക്രൈൻ എന്തോ ഒരു കാര്യത്തിന് മേലെ ഇന്ന് കൂടുതൽ പ്രശ്നം ചെലുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ യുദ്ധം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റുന്നതിൽ യുക്രൈനും വലിയൊരു പങ്കുണ്ട്. കാരണം യുക്രൈൻ്റെ ഭരണകൂടം എന്തെന്നെ ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ല ന്യായീകരിക്കാൻ ശ്രമിച്ചാലും യുക്രൈൻ ചില കാര്യങ്ങളിൽ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തു പറയുന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ അറ്റാക്ക് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ റഷ്യ ടാർഗറ്റ് ചെയ്തെന്നും അവിടെ തീപിടുത്തം ഉണ്ടായെന്നും ഇത് നശിച്ചു കഴിഞ്ഞാൽ ആ ഒരു പവർ പ്ലാന്റിൽ അപകടം സംഭവിച്ചാൽ അത് യൂറോപ്പിനെ മുഴുവൻ ബാധിക്കുമെന്ന രീതിയിൽ വലിയൊരു പ്രഖ്യാപനമായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് നടപ്പാക്കിയത്. സോ എത്രയും പെട്ടെന്ന് യൂറോപ്യൻ കൺട്രീസ് ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെയായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇന്ന് പോലും അമേരിക്കയുടെ പാർലമെന്റിൽ അവരുടെ സെനറ്റിൽ യുക്രൈൻ പ്രസിഡന്റ് വിർച്വലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആയുധം നൽകണമെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വേണ്ട ഹെലികോപ്റ്റേഴ്സും യുദ്ധവിമാനമൊക്കെ നൽകാനായിട്ട് രംഗത്ത് വരണമെന്നാണ് അമേരിക്കയുടെ ലോ മേക്കേഴ്സിനോട് യുക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ യുക്രൈൻ്റെ ഈ നീക്കങ്ങൾ ആയുധം സ്വന്തമാക്കിയിട്ട് വീണ്ടും റഷ്യക്കെതിരെ പൊരുതാന്ന രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും യുദ്ധത്തെ വലിച്ചു നീട്ടി കൊണ്ടുപോകുമെന്ന് തന്നെ അറിയാൻ സാധിക്കും. ഇവിടെ റഷ്യ എയിം ചെയ്യുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ യൂറോപ്യൻ കൺട്രീസിനെ മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് യുക്രൈന് സാധിച്ചു. സോ ആ ഒരു പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തു എന്നുള്ള വാർത്ത വന്നപ്പോഴായിരുന്നു കൃത്യമായിട്ട് ഇന്ത്യയിലെ പോലും ഷെയർ മാർക്കറ്റ് കൊളാപ്സ് ആയത്. കാരണം എനർജി സെക്ടറിൽ നമ്മുടെ പല
ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ കൊളാപ്സ് ആയി പോയി. ഇപ്പോഴും വലിയൊരു ഭീതിയിലാണ് ഈ എനർജി സെക്ടർ ഈ സാമ്പത്തിക മേഖല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് പോലും ഒരു മൂന്നാമത് പവർ പ്ലാന്റ് ടാർഗറ്റ് ചെയ്തിട്ട് റഷ്യ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് യുക്രൈൻ രംഗത്ത് വന്നിട്ടുണ്ട്. സോ ഈ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പവർ പ്ലാന്റ് ആയിരുന്നു ആദ്യം റഷ്യ അറ്റാക്ക് ചെയ്തു പറഞ്ഞിട്ടും അവിടെ തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞ വാർത്ത വന്നത്. പിന്നീട് അതേ പവർ പ്ലാന്റിനെ യുക്രൈൻ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞ വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ ഒരു പവർ പ്ലാന്റും യുക്രൈനിലുണ്ട്. ആ പവർ പ്ലാന്റിനെയും റഷ്യ അറ്റാക്ക് ചെയ്യാൻ പോകുന്നെന്ന വാർത്ത വന്നിട്ടുണ്ട്. സോ ഇവിടെ കാണിച്ചിരുന്നൊരു കാര്യം ഇതൊരു ന്യൂക്ലിയർ ഇഷ്യൂ ആയിട്ട് മാറിയേക്കാമെന്ന കാര്യം തന്നെയാണ്. പക്ഷേ റഷ്യ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ നമുക്കൊരു ഹിന്റായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ മാത്രം എന്തുകൊണ്ട് റഷ്യ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ മേഖലയെ മാത്രം എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ എന്തെങ്കിലും മറ്റു ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? അതിൻ്റെ ചില സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യം അവർ ചെർണോബിലിന്റെ ഭാഗത്തായിരുന്നു പിടിച്ചെടുത്ത്. അതിന്റെ മെയിൻ റീസൺ കീവിലോട്ട് പോകുന്ന വഴിയിലാണ് ചെർണോബിൽ ഉള്ളത്, അവിടെ സെക്യൂരിറ്റി കുറവാണ്. സോ ചെർണോബിൽ പിടിച്ചെടുത്തു. പിന്നെ യൂറോപ്പിലെ വലിയൊരു പവർ പ്ലാന്റിനെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അവിടെ പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് യുക്രൈൻ കൺട്രോൾ എടുത്തു എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ മൂന്നാമതായിട്ട് വീണ്ടും മറ്റൊരു പവർ പ്ലാന്റിനെ ടാർഗറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ ഈ ഒരു യുക്രൈനിൽ കൂടുതൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. ഈ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ മേ ബി ഡേർട്ടി ബോംബ്, അതായത് ന്യൂക്ലിയർ വെപ്പൺ നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ആരോപണം റഷ്യ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല, ഈ അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഇതേ ഒരു പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. അതായത് യുക്രൈൻ ഈ ഡേർട്ടി ബോംബ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം റഷ്യൻ പ്രസിഡന്റ് അന്ന് മുന്നോട്ട് വെച്ചതാണ്. ഈ ടെക്നോളജി അവർ ഉപയോഗിക്കുന്ന സോവിയറ്റ് ഏറയിലുള്ള യുക്രൈൻ നൽകിയിട്ടുള്ള ടെക്നോളജീസ് ആണെന്നും, സോ ആ ടെക്നോളജി ഇന്ന് യുക്രൈൻ തന്നെ ഉപയോഗിച്ചിട്ട് അത് റഷ്യക്ക് ഭീഷണിയാകുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുവായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. സോ അങ്ങനെ ഒരു നീക്കമായിരിക്കാം ഇന്ന് റഷ്യ അലട്ടുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടപ്പാക്കുന്ന വാർത്തകളെ പറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു കാര്യത്തെയാണ് തീർച്ചയായിട്ടും നമ്മളെയും കാണിച്ചു തരുന്നത്. സോ നിരവധിയായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ ഇസ്രായേലും കൂടുതലായിട്ടുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഇസ്രായേൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് റഷ്യയുമായിട്ടും യുക്രൈനുമായിട്ടും സംസാരിക്കുന്നതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ നാഫ്താലി ബെനറ്റ് നേരിട്ട് റഷ്യയിലോട്ട് പോയി അവിടെ റഷ്യൻ പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. സോ ഈ സമയത്ത് ഇസ്രായേലാണെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ഒരു ആചാരം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ ഇസ്രായേലിലെ ഒരു ജൂതമത വിശ്വാസിയായിട്ടുള്ള ആൾക്കാരും പുറത്തോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷെ അത് പാലിക്കാതെ, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ടാണ് ഇസ്രായേൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ തിരക്കിട്ട് ഇപ്പോൾ റഷ്യയിലോട്ട് പോയിരിക്കുന്നത്. സോ ഈ ഒരു നീക്കം പോലും ഈ പ്രശ്നത്തിൽ യുക്രൈനും എത്രയും പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടപ്പാക്കുന്ന മധ്യസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം ഇത് ഒരു ഗ്ലോബൽ വാറായിട്ട് മാറാതിരിക്കണം എന്നൊരു ആശങ്കയായിരിക്കാം. കാരണം ഒരു ഭാഗത്ത് യൂറോപ്യൻ കൺട്രി ശക്തമായിട്ട് റഷ്യ ഉപരോധിക്കുമ്പോൾ ഞങ്ങൾ എത്രത്തോളം ഉപരോധിക്കുന്നുവോ അതിനനുസരിച്ച് തിരിച്ചടി നൽകുമെന്ന് റഷ്യയും പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഇസ്രായേൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഡിപ്ലോമസി അവർക്ക് ഫേവറായി മാറ്റാൻ സാധിക്കുമെന്നൊരു കൃത്യമായ കണക്കുകൂട്ടൽ തന്നെയാണ്. അതായത് ഈ പ്രശ്നത്തിൽ യുക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതുവരെയും ഇസ്രായേൽ നിലനിൽക്കുന്നത്. പക്ഷേ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതേസമയത്ത് തന്നെ റഷ്യയെ പൂർണ്ണമായിട്ടും തരം താഴ്ത്താനും ഇസ്രായേൽ ശ്രമിക്കുന്നില്ല. ഒരു ന്യൂട്രൽ പോളിസി ഇവിടെ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു പരിധിവരെ യുക്രൈന് ഫേവറായിട്ടും അമേരിക്കയ്ക്ക് ഫേവറായിട്ടുമാണ് ഇസ്രായേൽ നിലകൊള്ളുന്നത്. പക്ഷെ അവരുടെ പോളിസി പ്രകാരം റഷ്യയുമായിട്ടും സഹകരിച്ചാൽ മാത്രമേ അവർക്ക് സിറിയയിലെ പല കാര്യങ്ങൾക്കും അവർക്ക് നേട്ടമായി മാറുകയുള്ളൂ. കാരണം സിറിയയിൽ റഷ്യയും ഇസ്രായേലും പരസ്പരം സഹകരിച്ചിട്ട് പല ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അവിടെ ഒരു ഹോസ്റ്റാലിറ്റി, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ഈ ഒരു വിഷയത്തിലും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. ഇടപെടുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും പ്രശ്നമാകാത്ത രീതിയിൽ ഒരു ഇലയ്ക്കും മുള്ളിലും കേടില്ല എന്ന് പറയുന്ന അപ്രോച്ച് തന്നെ ഇവിടെ നടപ്പാക്കേണ്ടതുണ്ട്. സോ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറയുന്ന ഒരു അപ്രോച്ച് തന്നെയാണ് ഇന്ന് ഇസ്രായേലും എടുത്തു വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇതുവരെ വെപ്പൺസ് നൽകണമെന്ന് പറഞ്ഞുള്ള യുക്രൈൻ്റെ ഒരാവശ്യം അംഗീകരിച്ചിട്ടില്ല. യുക്രൈൻ പലപ്പോഴായിട്ടും ആവശ്യപ്പെട്ടു ഇസ്രായേലിന്റെ വെപ്പൺസും ടെക്നോളജി ഞങ്ങൾക്ക് വേണമെന്ന്. പക്ഷെ ഇതുവരെയും അതിനൊരു ഒഫീഷ്യൽ അംഗീകാരം ഇസ്രായേൽ നൽകിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ മനുഷ്യാവകാശപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള സംരക്ഷണം നൽകാനും അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി നൽകാനായിട്ടും ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് മെഡിക്കൽ സപ്ലൈ ഒക്കെ നൽകാനായിട്ടും തയ്യാറാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. സോ ഇസ്രായേൽ ഈ ഒരു അപ്രോച്ചും തീർച്ചയായിട്ടും ഇവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ റഷ്യയുടെ നിലപാട് തന്നെ മിഡിൽ ഈസ്റ്റിലും പല കാര്യങ്ങളിലും ബാധിക്കുന്നുണ്ട്. യുക്രൈൻ റഷ്യ യുദ്ധം മിഡിൽ ഈസ്റ്റിലും തീവ്രമായിട്ട് ബാധിക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റഷ്യ യുക്രൈൻ സംഘർഷത്തെ പറ്റി എന്താണ് തോന്നുന്നത്? ഇനിയും ഇത് നീണ്ടു പോകുമെന്നാണോ, ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് കോംപ്രമൈസ് ആകുമെന്നാണോ? നിങ്ങളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ വിഷയത്തിൽ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ റഷ്യയുടെ ഭാഗത്തുള്ള നീക്കങ്ങളാണോ ശരിയായി തോന്നുന്നത്, ഇല്ല യുക്രൈൻ നടപ്പാക്കുന്ന നീക്കങ്ങളാണോ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെപ്പറ്റി താഴെ കമന്റ് ബോക്സിൽ ലീവ് ചെയ്യുക. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.